ഈ അവാരിഫുൽ മാരിഫ് പറഞ്ഞ ഇമാം സുഹ്റവർദി ഇവരൊന്നും കിതാബ് എടുക്കാനൊന്നും ഇപ്പം ഇവർക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ ശൈഖന്മാരെ സ്വീകരിച്ച് ജീവിച്ചോല. ഇവർ ഉസൂലില്ല. ഇവർ ഉസൂൽ കിതാബ് പഠിച്ചാൽ മതി. ഇപ്പം ഈ അവാരിഫുൽ മാരിഫിന്റെ വിഷയം കേട്ടാൽ 4 പ്രാവശ്യം ഇപ്പോൾ വീഡിയോ കിട്ടുന്നു. 4-മത്തെ പറയുന്നുണ്ട് കിതാബ് ഇങ്ങനെ ഓതി പഠിച്ച് ഈ പഠിക്കണ ആളെ റൂഹ് അള്ളാഹുവിലേക്കാണ് ഏത് പഠിച്ച് ഇവർ പഠിക്കണപ്പോൾ എന്താ കുല്ലു ജാബാന്ന്. ഇതാണിപ്പോൾ കൂടുതൽ സമയം ഇതെല്ലാം കൂടി പഠിച്ച് ഒറ്റ കയറ്റാണ് കയറുന്ന. ഇങ്ങനെ പഠിക്കണേ വസാലിമാമ് ഷെയ്ഖന്മാരെ ഹദറത്തേക്ക് പോകേണ്ടിയില്ല. ഇബ്നു അത്താഇല്ല സിക്കന്ദരി അബുൽ അബ്ബാസ് മർസിദങ്ങളുടെ അടുത്ത് പോകേണ്ടിയില്ല. ബഹുമാനപ്പെട്ട അവാരിഫുൽ മാരിഫിന് മുസന്നിഫ് അഹമ്മദുൽ വസാലിമാമിൻ്റെ പിന്നെ സഹോദരൻ ഇങ്ങനെയുള്ള പല ഷെയ്ഖന്മാരടുത്ത് പോയിരുന്നു അല്ല, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ അടുത്ത്. അപ്പം ഇവരെ റൂട്ടിലല്ല വരുന്നു ഇരിക്കട്ടെ. അപ്പം അത് തെളിയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇയാൾ ഈ കുൽമാലിൽ കോടപ്പെട്ട്. അത് അതിനൊന്നും ഒരു ഇബാറത്തും ഇല്ല. ഇനിയിപ്പോൾ ഈ 4 വട്ടം വന്നപ്പോൾ ഈ ഹലാലായ ഫുഡ് ഇപ്പോൾ ഇറങ്ങിയണോ ഷെയ്ഖ് വരുമോ ഇതിനെ കുറച്ച് വർത്താനൊന്നുമില്ല. ഇയാളന്ന് വായിക്കുമ്പോൾ മറ്റൊരു കുതന്ത്രം പറ്റി. അതെന്താ? സൂഫി അല്ലാത്തോലും അതായത് ഇവിടെ മുറബിയ ഷെയ്ഖന്മാർ പലരും ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരികയാണ് ഇവർക്ക്. അതോടൊപ്പം ഇവരൊക്കെ മുറബിയാണ്. ഇവരൊക്കെ തന്നെ മുറബിയ. ഈ പേരോട് ഹക്കീം അസ്സരി ഇങ്ങനെ പല മുഷാറമ്പർമാരും ഇവരൊക്കെ മുറബിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇയാൾ അവാരിഫുൽ മാരിഫ് എന്നൊരു ഇബാറത്ത് ശരിക്കും ദുർവ്യാഖ്യാനം ചെയ്യാണ് ഇയാൾ. ഇത് ചെറിയ കളിയല്ല. ഇതൊക്കെ ഇപ്പം ഇതാണ് പഴയ കാലത്ത്. നമ്മൾ ഈ പഴയ കാലത്ത് ഇപ്പം ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ഒലൊക്കെ മൂല്യന്മാരാ. അവരെ പോലെ തൊഫേന്നും മൂനീന്നും മറ്റേന്നൊക്കെ ഇബാറത്ത് കൊണ്ടുവന്ന് ഇങ്ങോട്ട് വളക്കും. വളച്ചിട്ട് ഇതാക്കണം. ഇവരൊക്കെ ചെയ്യുന്ന പണി ഇതായിരുന്നു. അതിനു വേണ്ടി അയാൾ വായിച്ച ഇബാറത്താണ് ഈ അവാരിഫുൽ മാരിഫ് എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളെ സ്ഥിരപ്പെടുത്തുന്ന കിതാബാണ്. സൂഫിയാക്കൾ ആരാണെന്നും അവരെ പിന്നെ അവസ്ഥകൾ എന്താണെന്നും പിന്നെ ആ പേര് ഏത് കാലത്ത് പ്രയോഗിക്കപ്പെട്ടു ഇങ്ങനെ തുടങ്ങി അവരുമായി ബന്ധപ്പെട്ട ചർച്ച. സൂഫി അല്ലാത്തതിനെ കുറിച്ചൊരു ചർച്ച അവിടെ ഇല്ല. ആ സൂഫിയത്തിൻ്റെ വിഷയം പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ പറയണേ, വമനില്ലദീ യഖൂമു ബിഇഹ്യാഇ ഹാദിഹി സുന്നത്തി മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു സൂഫി അൽ ആലിമി ബില്ലാഹി അസ്സാഹിദി ഫിദ്ദുന്യ അൽ മുതമസ്സികി മിനത്ത് തഖ്വാ ബി ഔസഖിൽ ഉറാ. സൂഫി അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സുന്നത്തിനെ ഹയാത്താക്കണ ആളാരുണ്ട്? ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹൃദയ ശുദ്ധീകരണം. ഇത് റസൂലുള്ള നടപ്പിലാക്കിയൊരു ചര്യയാണല്ലോ, സക്കീഹിം എന്നാണല്ലോ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പെട്ട തന്നെയാണ് ഇപ്പം കൃഷി ഉണ്ടാക്കുക എന്നുള്ളത്. ഹദീസ് ഉണ്ടല്ലോ, ആ സുന്നത്തിനൊക്കെ ഇവിടെ എല്ലാവരും ഹയാത്താക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കൂടുതലാണ്. നഴ്സറികളൊക്കെ സജീവമായ കാലമാണ് കൃഷി. പക്ഷെ ഈ ഹൃദയ ശുദ്ധീകരണം ആ സുന്നത്ത് അതിനെ മുഖ്യ പരിഗണന നൽകി പോരുന്ന ആ ത്വായിഫത്തിനെ കുറിച്ച് അവരെ കുറിച്ചാണ് ഇവിടെ ഈ സൂഫിയത്ത് എന്ന് പറയുന്നത്. അവരല്ലാതെ ആരാണ് ഇതിനുള്ളത്? അവർക്കത് സാധിക്കൂ. ആ സൂഫിയാക്കൾ അല്ല ആലിമു ബില്ല. സൂഫി അള്ളാഹിനെ കൊണ്ട് വിജ്ഞാനമുള്ളവനാണ്, മാരിഫത്തുള്ളവനാണ്. അസ്സാഹിദി ഫിദ്ദുന്യ സുഹുദുടേവരാണ്. അൽ മുതമസ്സികി മിനത്ത് തഖ്വാ ബി ഔസഖിൽ ഉറാ അങ്ങേയറ്റം തഖ്വയുള്ള ആൾക്കാർ. ഇതൊക്കെ സൂഫിന്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് സൂഫി. ഇവരല്ലാതെ ആരാതിനുള്ളത്? ഇതാണ് അവാരിഫുൽ മാരിഫിലെ ചോദ്യം. വമനില്ലദീ യഹ്തദീ ഇലാ ഫായത്തി ഹാദിഹിൽ ഹാലി ഗൈറു സൂഫി. സൂഫി അല്ലാതെ ഈ പറയപ്പെട്ട ഉപകാരങ്ങളിലേക്കും ഗുണങ്ങളിലേക്കും ചെന്ന് ചേരുന്നവൻ ആരാളുള്ളത്? ആരുമില്ല. സൂഫിയാക്കളെ പോലെ ഉള്ളൂന്ന്. അപ്പം ഈ ഒരു ഹൃദയ ശുദ്ധീകരണം, ആത്മസംസ്കരണം, ഇതാണല്ലേ ഏറ്റവും പ്രധാനം. ഇത് നടത്തുന്ന ആൾക്കാർ സൂഫിയാണ്. ആ സൂഫി അല്ലാതെ ഇവിടെ ആരാളുള്ളത്? ആരുമില്ല. ഇതാണ് ഇപ്പം ആ കിതാബിലെ ആ ഇബാറത്ത്. ഇതൊരു ഇൻസാഫോട് കൂടി ഈ കിതാബ് നോക്കണേ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഈ കുറ്റിക്കാട്ടൊരു സുബൈർ സക്കാഫി ഇയാൾ നോക്കണം, ഇവരെ കുരുട്ട് കണ്ണ്. അയാൾ സൂഫിയാക്കളുണ്ട്. ഇപ്പം മടവൂർ ശൈഖിനും അതേമാതിരി വടകര മദാജിയും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങനത്തെ സൂഫിയാക്കൾ ഇവിടെ ഹയാത്താക്കുന്നുണ്ട്. അല്ലാത്തവരുണ്ട് എന്ന് വരുത്തുക. അതിനു വേണ്ടി വമനില്ലതീന്ന് കൊടുത്ത് വമീനല്ലതീന്ന് കൊണ്ടുവന്ന് വമീനല്ലതി എന്നിട്ട് വമീനല്ലതി യഖൂമു ബിഇഹ്യാഇ ഹാദിഹി സുന്നത്തി എന്നിട്ട് ആദ്യം ഗൈറു സൂഫി അല്ലെങ്കിൽ ഗൈറു സൂഫി. സൂഫി അല്ലാത്ത ആൾക്കാരും അതിലുണ്ട്. അതാരാണ്? അല്ലാലിമു ബില്ല. ഇതാണ് ഇപ്പോൾ ഇയാൾ വെച്ചുകൊണ്ടത്. അപ്പോൾ അല്ലാലിമു ബില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സൂഫി അല്ലാത്ത അല്ലാലിമു ബില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതിയ ടീമിനോട് രൂപപ്പെടുത്തുകയാണ്. ഈ അല്ലാലിമു ബില്ല എന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് സൂഫി. ഈ കിതാബിൻ്റെ തുടക്കത്തിന് മറ്റു ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഇതിൽ തന്നെ കാണാം. പിന്നെ ഇതിൻ്റെ മറ്റു ചില ഭാഗങ്ങളിൽ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട്. കണ്ടോ?
വാലം അന്നക്കുല്ല ഹാലിൻ ഷരീഫിൻ നാസൂഹു ഇല സൂഫി ഫി ഹാദൽ കിതാബ് ഹുവ ഹാലുൽ മുഖറബ് വസൂഫിയു ഹുവൽ മുഖറബു. സൂഫി എന്ന് പറഞ്ഞാൽ മുഖറബായ ആള്. ഫയോലമു അന്ന നാനി ബി സൂഫിയത്തിൽ മുഖറബീൻ. വേറെ സ്ഥലത്ത് സൂഫി എന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മുഖറബീങ്ങളാണ്. അപ്പൊ ഈ മുഖറബീങ്ങളായ ആൾക്കാർ അയാൾ തന്നെ പറയുന്നുണ്ട് മുഖറബ് എന്ന് പറഞ്ഞാൽ അതന്നെയാണ് അല്ലാലു ബില്ല. അപ്പൊ അല്ലാലു ബില്ല ആരെന്നെയാണ്? സൂഫിയാണ്. അപ്പൊ സൂഫി അല്ലാത്ത ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പിന്നെ വായിക്കണ ആരെ പറഞ്ഞ സൂഫിനെ കുറിച്ച് തന്നെ. എന്നിട്ട് ഇയാൾ പറയാണ് ഞാൻ വായിച്ചപ്പോ എന്താ നഹ്വിയായിട്ട് കുഴപ്പമുണ്ട്. ആദ്യം ആശയം സ്ഥിരപ്പെടണ്ടേ. അപ്പൊ ഇയാൾ ഈ വായിച്ച സംഭവങ്ങൾ ഇവിടെ അൽ ആലിമു ബില്ലാ സാഹിദു ഫിദ്ദുന്യാൽ മുതമസ്സിഖുന തഖ്വാബി അതൊക്കെ സൂഫിയാ. അപ്പൊ വൈറു സൂഫി അല്ലാത്ത ആളുണ്ട് അല്ലാലിമു ബില്ലാ. അത് സൂഫി ഈ ഇയാളോട് പറഞ്ഞു ചിലപ്പോൾ സക്കാഫിയാണല്ലോ. ഇയാൾ മർക്കസ് ചെല്ലുമ്പോൾ APR പറഞ്ഞ് സുബൈറ പിന്നെ മക്തബേന്ന് ഫിഖിന്റെ കിതാബ് അല്ലാത്ത 2-3 എടുത്തോണ്ടെന്നാണ്. അപ്പൊ ഇയാൾ പോയിട്ട് കൊണ്ടുവരണേതാ ഫത്തുൽ മീൻ മഹല്ലി തുഫയൊക്കെ കൊണ്ടുവരണേ. ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഇയാൾ കൊടുക്കണം. അപ്പൊ ഉസ്താദ് ഒരു അടിമുടി നോക്കൂല ഇയാളെ. ഫിഖിന്റെ കിതാബ് അല്ലാത്തോണ്ട് ഇയാൾ നോട്ടങ്ങൾ എന്താ നോക്കണേ? ഞാൻ ആ മക്തബേന്ന് എടുത്തല്ലേ കിതാബല്ലത്, എന്താ കുഴപ്പം? ഇയാൾ 4-5 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്തു തരാം എന്താ കുഴപ്പം, ഞാൻ കൊണ്ടുവന്ന നടത്തത്തിലെന്തോ കുഴപ്പമുണ്ടോ, അത് ഞാൻ അവിടെ നിന്ന് എടുത്ത് പിന്നെ എടുത്തു കൊടുത്തെന്തോ അതവ് കേട് പറ്റീണോ? ഞാൻ മട്ടം പോലെ തന്നെ അല്ലേ എടുത്ത്. നല്ല ചട്ടം. ഇയാൾ കൊണ്ടുവന്ന സാധനം ഇപ്പം ഏതാ? ചിക്കൻ കിതാബ് അല്ലാത്ത കൊണ്ടുവരാൻ പറയണേ. ഇതേ അർത്ഥം ഇയാൾ ചെയ്യണേ. എന്നിട്ട് ഈ സാധു ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് ഇയാൾ വമിനല്ലതി പിന്നെ വമിനൽ അയാൾ അർത്ഥം വെക്കൊടുത്ത് വമിനല്ലതി ഒരുത്തരിൽ പെട്ടവരെന്നാ. അപ്പൊ അല്ലദീനാന്ന് പറയണ്ടേന്നൊക്കെ ചോദിക്കും. അത് വേണ്ടൊക്കെ ഇപ്പൊ അൽഫി ഒന്ന് കുട്ടിയാൾക്കാരെ അല്ലദീ എന്നുള്ളത് അല്ലദീന്റെ മാനാക്ക് ഉപയോഗിക്കും. തഫ്സീറിലൊക്കെ ഉണ്ടല്ലോ മസലുല്ലതി മസലില്ലതി ഇസ്തൗ കഥനാറ. അതിന്റെ അവസാനം നോക്കിയിട്ടുണ്ടെങ്കിൽ ജമ്മായിട്ടും മുഫ്രദായിട്ടും ഒക്കെ കൊണ്ടുകൊണ്ടല്ലേ. അപ്പൊ അതൊന്നും ഇപ്പൊ വലിയൊരു വിഷയമല്ല. അതൊക്കെ നമുക്ക് ആക്കി കൊടുക്കാം. ഈ വിഷയം ഇവിടെ സ്ഥിരപ്പെടണ്ടേ. ഒരാശയം സ്ഥിരപ്പെട്ടിട്ട് അതിലേക്ക് പിന്നെ ഇബാറത്ത് സൗകര്യപ്പെടുമോ എന്നുള്ളതാണ്. ഇയാളാന്നല്ലേ വമിനല്ലതി അങ്ങനെ വെച്ചൂടെ? അതിനത് പഠിക്കണം, ഇതാക്കണം, പിന്നെ മറ്റതാക്കണം, ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ആക്ക. ഇയാളെ കൊണ്ടുവന്നപ്പോ എന്തായി? ഇത് ശരിപ്പെടണ്ടേ. ഇയാളീ ഫത്തുൽ മീനും പിടിച്ചാണ്ട് ഉസ്താദേ ഫിഖിൻ കിതാബ് അല്ലാത്ത കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഫത്തുൽ മീനും തൂഫിയും പിടിച്ചാണ് നിനക്ക് എന്താപ്പം, എന്താണ് ഞാൻ ചെയ്തതിനുള്ള കുഴപ്പം? പിന്നെയും ചോദിക്കുകയാണ്. ഇതാർക്കും മനസ്സിലാവും. ഒരു സാധാ ഒരു കുട്ടിയോട് പറഞ്ഞു വെജിറ്റബിൾ അല്ലാത്ത എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നു. ഇയാളെ പോലത്തെ ഒരു കുട്ടി തന്നെ ആയിക്കോട്ടെ, കുറ്റിക്കാട്ടു പോയി വാങ്ങിക്കൊണ്ടിരുന്ന തന്നെ വെണ്ടയ്ക്കും പയറും ചരിങ്ങൊക്കെ വെജിറ്റബിൾ എന്നിട്ട് എല്ലാം കൂടി പെരയൊക്കെ വരുമ്പോൾ വാപ്പിമ്മി നോക്കൂലേ? എന്താ എന്നോട് പറഞ്ഞേ വെജിറ്റബിൾ വേണ്ടാന്നല്ലോ പറഞ്ഞു, വെജിറ്റബിൾ അല്ലാത്തോണ്ടല്ലോ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നേരം എന്താ കുഴപ്പം? ഈ കീസിനെന്താ കുഴപ്പം? അല്ലതി കീസ് ഉഷാറില്ലല്ലേ? ഈ കീസ് ചെറുതുകൊണ്ടിരാൻ വലുതുകൊണ്ടൊക്കെ പറ്റൂലേ? എന്താ ഇതിനുള്ള കുഴപ്പം? ഞാൻ ഈ റൂട്ടിനാണല്ലോ പോകുന്നത്. കൊണ്ടുവന്ന ഇതല്ലല്ലോ ഇപ്പൊ. ഇതാണല്ലോ പ്രശ്നം. ഇതാണ് ഇവിടെ വിഷയം. ഇയാളെ അല്ലാനും ബില്ല എന്ന് പറഞ്ഞാൽ സൂഫി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാനും ബില്ലാന്നാ. പിന്നെ അയാളോട് വേറൊന്ന് ഒപ്പിച്ചു. അതിനാണ് അല്ലാലും ബില്ല ഷറൂലക്കായത് പഠിച്ചോലൊക്കെ ഇതിൽ പോയിട്ട് സിഫത്ത് അള്ളാന്റെ സിഫത്ത് ഉണ്ടല്ലോ 41 സിഫത്തും മറ്റേ സിഫത്തൊക്കെ അത് പഠിച്ച ആൾക്കാർ. അപ്പം അതൊക്കെ പഠിച്ച ആലിം ബില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്താക്കണ്ട, നിങ്ങൾ മാത്രം ഇരിക്കണ്ട. നമ്മൾ മദ്രസ കുട്ടികളൊക്കെ ആരായി? കാരണം ദർസ് എന്നുള്ളതിനായിട്ട് ഉസാറായിട്ട് മദ്രസ പഠിച്ചിട്ടുണ്ട്. ഉസ്താദ്മാരെ നല്ല തല്ലിട്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല പഠിക്കണം. 41 സിഫത്ത് ബൈത്തായിട്ടും അല്ലാതായിട്ടും അതിപ്പോൾ അത്ര തന്നെ എൻ്റെ ഉസ്താദ്മാർക്കുള്ളൂ. അതിക്ക് ചർച്ച കൂടുതൽ പോകേണ്ട. അവസാനം ഉസ്താദ്മാരെന്താ പറയാ, വല്ലാതെ ചർച്ചക്ക് പോകണ്ട, അത്രേ പറ്റുള്ളൂ. അപ്പൊ 41 സിഫത്ത് അപ്പൊ അല്ലാലും ബില്ലായി. അപ്പൊ ഇവിടെ ഒന്നും പറയണ്ടല്ലോ, എല്ലാവരും. ഇനിയിപ്പം അതും ഇല്ല, ഒരാൾക്ക് അള്ളുണ്ട് എന്നുള്ള വിവരണ്ട് നിൽക്കുക, അതും തന്നെയാണ് ഇൽമു ബില്ലാണ്. കേവലം 41 സിഫത്തൊന്നും വേണ്ട, അള്ളുണ്ട് എന്നുള്ളൊരു മാലൂം ഉണ്ടാലും അല്ലിൽമു ബില്ല എന്ന് പറയാലോ. അങ്ങോട്ടോട് മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതാണ് ഇപ്പൊ അതിന്റെ മുറാദ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ്. അല്ല ആലിം ബില്ലോട് മാത്രം ആവൂല. അതിന്റെ ബാക്കിൽ ഇതൊക്കെ പറഞ്ഞാൽ സാഹിദ് ഫിദ്ദുന്യാൽ മുതമസ്സിഖ് മിനത്ത് തഖ്വാ ബി ഔസഫിൽ ഉറാ. അതാണ് കേവലം ഒരു ഇൽമുണ്ടായിട്ട് കാര്യം ഷറഫുലക്കാദിന്റെ ആയിട്ട് കാര്യമില്ലേ. അതുകൊണ്ടൊന്നും യാതൊരു ഇതുമില്ല. അത് വേറെ തന്നെയാണ്. റസൂലുള്ളാഹിന്റെ ഇൽമ്, മാശൈഖന്മാരെ മാരിഫത്ത് അള്ളാഹിനെക്കുള്ള അതും നമ്മുടെ ഈ ഷറഫുലക്കാദിന്റെ ഇൽമ് കണക്കാ. അതാണ് പറയുന്നത്. അപ്പൊ അതങ്ങനെ അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ പിന്നെ ഇവര് മാത്രം സീറ്റിരിക്കണ്ട, എല്ലാവരും ഉലമാവില്ല കഴിഞ്ഞ്. പിന്നെ ഇവിടെ വേറെ ആരും ഹയാത്താക്കാനൊന്നും വേണ്ടിയില്ല. എല്ലാവരും ഇവിടെ മുഹീമാർ തന്നെയാണ്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ആവശ്യം. അപ്പൊ ഈ ഇബാറത്തില്
ഇതാണ് ഇവിടെ കാര്യം സിമ്പിൾ. ഇയാൾ ഈ വെച്ച മാന ഒരിക്കലും ഇല്ല. അവർ ഈ വൈറു സൂഫി എന്ന് പറഞ്ഞാൽ വൈറു സൂഫിനെ കൊണ്ടുവരണം. സൂഫി അല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ മൂവായിരത്തല്ലേ? അതെ അതെ. മൂവായിരത്താവുമ്പോ പിന്നെ അതിന് കൊണ്ടുവരണം. അത് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഇങ്ങനെ അവിടെ വെച്ച് ശരിപ്പെടുത്താൻ പറ്റുമല്ലേ. അതവിടെ വന്നിട്ടില്ല. അപ്പൊ അയാളിപ്പോ വേറെ ഉദാഹരണം പറഞ്ഞല്ലോ. ഈ സംഭവം ഞാൻ പറഞ്ഞതിനെന്തോ കുഴപ്പമുണ്ടെങ്കിൽ നഹ്വി ആയിട്ടോ മാനവി ആയിട്ടോ എന്നിട്ട് പിന്നെ ഒരു ഹദീസ് കൊണ്ടുവന്നു. ഇഹ്സാനുമായി ബന്ധപ്പെട്ട അവിടെ നമ്മൾ സാധാരണ നീ അള്ളാനെ കാണില്ല, പക്ഷെ ഫൈനഹു യറാക്ക അള്ളാനെ കാണുന്നുണ്ട്. ഈ ബോധത്തിൽ പ്രവർത്തിക്കണം എന്നാ. അവിടെ സൂഫി അർത്ഥം വെച്ചു ഫൈലം തെക്കുൻ, നീ ഇല്ലാതെ ആയാല് അന്റെ ഉജൂദിനെ കാണാതെ ആയാല് അതാ ഇബ്ത, ഞാൻ എന്നുള്ളത് ഒഴിവാകുക. എന്നിട്ട് അള്ളാന്നുള്ള പിന്നെ അള്ളാന്റെ നിയമത്തും അള്ളാന്റെ കുതിരത്തും ഒക്കെ അത് സമ്പൂർണ്ണമായ ഒരു ലയനം ഫനാ എന്നതിന് മഹാന്മാര് പറയാം. അങ്ങനെ ആകുമ്പം തറാഹു, നീ അള്ളാനെ കാണും എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള ബന്ധം എനിക്ക് കൂടുതൽ സ്ഥിരപ്പെടുന്നു. അത് സൂഫി വെച്ച അർത്ഥം കറക്റ്റാണ്. അപ്പോഴാണ് ഒരു നഹ്വി പറഞ്ഞത് അർത്ഥം കറക്റ്റാണ്, പക്ഷെ ഇബാറത്ത് ഒക്കൂല. അർത്ഥം കറക്റ്റാണ്, പിന്നെ ഇബാറത്തിനെ സൗകര്യപ്പെടുത്തി കൊടുക്കണം. അതുവാണല്ലോ. അപ്പൊ ഇനി ഇബാറത്ത് സൗകര്യപ്പെടില്ല എന്നപ്പോ സൂഫി പറഞ്ഞു ആയിക്കോട്ടെ, വേറെ പണ്ഡിതം പറഞ്ഞു അല്ലെ ഇബാറത്തിന് സൗകര്യപ്പെടും നഹ്വി ആയിട്ട് തന്നെ. ഫൈലം തെക്കുൻ തറാഹു, തറാഹു തന്നെ പറയണമെന്നില്ല, തറാഹു റഫായിട്ട് തന്നെ പറയാം. ജസ്മാകുമ്പോ തറാഹു എന്ന് പറയും, ജസ്മന്നെ വേണമെന്നുള്ള. ഷർത്ത് മാലിയാണെങ്കിൽ ജസായിൽ റഫും പറ്റുന്നു. ഇല്ലം തെക്കുൻ അപ്പൊ മാലി ആകൽ എങ്ങനെ? ഒന്നെങ്കിൽ ഹക്കീക്കത്തൻ മാലി പിൻ കാമ എന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ലെമ്മ് കടന്നാൽ മാലി ആവുമല്ലോ. നമ്മൾ തൊഫലൊക്കെ പറയണ്ടല്ലോ, ലെമ്മ് വന്നാൽ മാലിക്ക് മാന മാറും. അപ്പൊ ഇവിടെ ഇല്ലം തെക്കുൻ ലെമ്മ് വന്നു. അപ്പൊ മാലി ഒന്നിക്ക് ഹക്കീക്കത്തൻ മാലി അല്ലെങ്കിൽ മറ്റേ ലെമ്മ് കടന്നിട്ടുള്ള മാലി, അങ്ങനെ ഏത് നിലക്കുള്ള മാലി ഷർത്ത് മാലി ആയിട്ട് വന്നാൽ ജദായിൽ റഫ് കൊടുക്കാം, ഹസനാണ് എന്നാ. അപ്പം ആ സൂഫി പറഞ്ഞ അർത്ഥം ഇബാറത്ത് കൊണ്ടും സൗകര്യപ്പെടും എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഇയാൾ പറഞ്ഞത് പിന്നെ ബി കുർഹിന്ന്, ബി കസറത്തിന്നാണ്. ബി കസറത്തിൽ നിന്നുള്ളടത്ത് മനസ്സിലാക്കിയില്ല, എന്നിട്ട് ബി കുർഹിൻ, എന്നിട്ട് പിന്നെ ഞാൻ വ്യാഖ്യാനിച്ചു അത് നഹ്വിന്റെ കറാഹത്താണ്, ഫിഖിന്റെ കറാഹത്തല്ല. അത് ഈ ഇബാറത്ത് ശരിക്കും നോക്കിയില്ല. മുമ്പേ അതൊരു മൂല്യം എന്താക്കി ബാബുൽ ഓസിൽ ബി ഒമ്മിൽ അയിനി, ഓസില് വൈനിക്ക് ഒമ്മോട് വായിക്കണം. അവിടെ ബി ഒമ്മിൽ വൈനി എന്നുള്ളടത്ത് വൈനിന്റെ പുള്ളി പോയി. അപ്പൊ എന്തായി ബി ഒമ്മിൽ അയിനി എന്ന്. ഇയാള് ഈ കുറ്റിക്കാട്ടിനെ പോലത്തെ ഒരു സക്കാശായിരിക്കും. ഇയാൾ അർത്ഥം വെച്ച് ബി കണ്ണിന്റെ കുളിച്ച ഇന്ന മാതിരിയാ പോണ. നഹ്വിന്റെ കറാഹത്താണ്, ഫിഖിന്റെ കറാഹത്തല്ല. അങ്ങനെ ഒരു കറാഹത്തോടല്ല, അത് ഹസനാണെന്ന് അൽഫിയ. ഏറ്റവും നല്ലത് ജസ്മു കൊടുക്കുക. അതിന്റെ താഴെയുള്ള നല്ല ഡിഗ്രി തന്നെ ഏതുണ്ട് റഫ് കൊടുക്കലും പറ്റുന്ന. ഹസൻ, അത് ഇങ്ങനെ സംഭവിക്കൽ, ഇങ്ങനെ മാലി ഷർത്ത് മാലിയാണെങ്കിൽ ജവാബ് റഫോട് കൂടി കൊണ്ടുപോകൽ ധാരാളമായി സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് ബി കുർഹിൻ. ഇനി അടുത്തതിൽ വരും കേട്ടോ. ഞാൻ ബി കുർഹിന്ന് വായിച്ച എന്തോ കുഴപ്പം? അങ്ങനെ ഒന്ന് വായിക്കാൻ എന്താ പ്രശ്നമുള്ളത്? ഇതായിട്ട് ഞാൻ ഇപ്പൊ അടുത്ത ആൾ വരാൻ നിൽക്കുകയാണ്. വിഷയം പോയി. അപ്പൊ നമ്മൾ ഈ ഇബാറത്ത് ഇയാൾ ഈ പറഞ്ഞ് സൗകര്യപ്പെടണമെങ്കിൽ വൈറു സൂഫി അൽ ആലിമു ബില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ സൂഫിയാ. അത് ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. മുഖറബ് എന്നുള്ള ഉദ്ദേശം, അതിൽ തരപ്പെട്ട എല്ലാവരും അതിൽ പെട്ടു. ഇപ്പൊ അയാൾ പിന്നെ വേറുണ്ട് സൂഫി എന്ന് പറഞ്ഞെങ്കിൽ മറ്റേ തോലിനെ രോമ കുപ്പായം ധരിച്ചോലാണ് മറ്റേന്നൊക്കെ അങ്ങനൊക്കെ ഓരോന്നാക്കി വരികയാണ് ഇയാള്. അതൊന്നല്ല ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വാരിഫിൽ പറയുന്നത്. മുഖറബിനാണ് ഞാൻ ഉദ്ദേശിക്കണത് എന്ന്. പിന്നെയാണ് മുമ്പ് പറയുന്നത് സൂഫി എന്നുള്ള പേരെന്നെ വന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. അതിനായിക്കോട്ടെ. എന്നിട്ട് പറയേണ്ടത് ഇസ്മു മുസമ്മ. ഇസ്മു മുസമ്മ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. അത് നമ്മൾ പറയണ്ടല്ലോ. ഇപ്പൊ തറാവീഹ് എന്ന് പറഞ്ഞ നിസ്കാരം, തറാവീഹ് എന്നുള്ള പേര് റസൂലിന്റെ കാലത്തില്ല, അത് പിൽക്കാലത്താണ് ആ പേര് വരുന്നത്. നിസ്കാരം എന്നുള്ളതാണ് മുസമ്മ, തറാവീഹ് എന്നുള്ള ഇസ്മ. മുസമ്മ മുന്നേണ്ട്, ഇസ്മ ബാക്കിൽ വന്നു എന്നുള്ളൂ. എന്നമാതിരി സൂഫിയാക്കള് ആദനബി മുതൽ അതിന് മുന്നേ മലക്കത്തും ഇതിലെ പലക്കെ സൂഫിയാളുണ്ട്. പേര് പിൽക്കാലത്ത് വന്നു. ഇപ്പൊ നമ്മളെ നാട്ടില് കഞ്ചാവ് വേട്ട നടക്കണ്ടല്ലോ സജീവായിട്ട്, അതിന് പേരുണ്ട്. ഇപ്പൊ എന്ത് തൂഫാൻ. ആ പേരിപ്പോ വന്നതാണ്. കഞ്ചാവ് വേട്ട പോയ കാലം മുതലുണ്ട്, അതുണ്ട്. ഇപ്പൊ പേരിട്ട് തൂഫാൻ. ഇപ്പൊ എല്ലാം തൂഫാൻ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വേട്ട എന്നുള്ളതൊക്കെ പോകുന്നുണ്ട്. പേര് ഇപ്പൊ മുസ്ലിയാർ നമ്മുടെ നാട്ടിൽ പൊന്നാനിക്ക് ഇരുന്നവർക്ക് മാത്രമല്ല, ഒരു കാരണമാണെങ്കിൽ മൊത്തത്തിൽ ദീനി വിജ്ഞാനമുള്ള ആൾക്കാർക്ക് മുസ്ലിയാർ അറിയല്ലോ. അപ്പൊ വില തന്നെ പൊന്മൾ അബ്ദുൽ ഖാദർ ഉലിയാർ എന്നൊക്കെ അല്ലേ അറിയില്ലേ? ഒരു പൊന്നാന് വളർത്തത്തിരുന്നല്ലോ. ഒരു വേറെ പഠിച്ചാണ് വലിയവർക്കും ബന്ധുക്കൊക്കെ അല്ലേ പോയത്. പക്ഷേ ഈ മുസ്ലിയാർ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും മൂലിയാർ തന്നെയല്ലേ. അഹമ്മദ് ഇമാം അബൂഹനീഫ മൂലിയാരല്ലേ. നമ്മളെ വെക്കണ ഒരു അർത്ഥം അനുസരിച്ചിട്ട് പേര് പിറകെ വന്നു. അപ്പൊ അതുകൊണ്ട് കാര്യം. അപ്പൊ സൂഫി എന്നുള്ള പേര് പ്രയോഗിച്ചോളേ എന്നുള്ളതല്ല,
ഏറ്റവും വലിയ സൂഫിയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ആ പേര് വന്ന അതൊന്നും യാതൊരു കാര്യമില്ല ഇനി. അപ്പോൾ ഈ അർത്ഥം വെച്ചത് പൊളിഞ്ഞ് പാപ്പർ സൂട്ടാണ്. ആശയം പുതിയൊരു ആശയം, അത് അർത്ഥം ശരിയാണെങ്കിൽ ഇബാറത്ത് പിന്നെ സഹായകമാകുമെന്ന് പിന്നെ രണ്ടാം ഘട്ടം നോക്കേണ്ടത്, പിന്നെ നോക്കേണ്ടത്. അല്ലാതെ ഇത് ഒന്നും ശരിയാകാതെ പിന്നെ ഇബാറത്ത് ശരിപ്പെട്ടൊരു കാര്യമില്ലല്ലോ. അതെ, ആശയം ശരിപ്പെടണം. അപ്പം ഈ സാധു ഇങ്ങനെ ചോദിക്കാം, ഞാൻ ചെയ്തേരം എന്താ തെറ്റ്, എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുതുബഹാനെന്ന് ഫിക്കല്ലാത്ത കിതാബ് കൊണ്ടിരിക്കാൻ. അപ്പം പത്തുൽമീനും മറ്റേ ഇതും പിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക, എന്താ ഉസ്താദെ കുഴപ്പം, എന്താ ഉസ്താദെ കുഴപ്പമെന്ന്. അത് 4 മണ്ടക്ക് കിട്ടിയ ചെയ്യും ഉസ്താദന്മാരുണ്ട്. അപ്പോൾ തിരിയും. കുട്ടി ഇത് പച്ചക്കറി അല്ലാത്ത കൊണ്ടുവരാൻ പറഞ്ഞപ്പം പയറും വണ്ടിയിട്ട് വന്ന് തീർക്കുകയാണ്. എന്നിട്ട് എന്താ കൊണ്ടുവന്ന കീസിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കണ മാതിരിയാണ് ഇപ്പം. എന്നിട്ട് പിന്നെ അല്ലതി എന്നുള്ള മറ്റേ ഹൂത്തും കല്ലതി ഹാദു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഈ സാധാരണ എന്താ ഒന്നും ആവശ്യമില്ലാതെ എന്തോ ഓതുകയാണ് ഇയാള്. ഒരു കാര്യട്ടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പറയാം. ഇങ്ങനത്തെ ആളുകൾ ഇപ്പം ഇയാളൊക്കെ ഈ ചർച്ചയിൽ മനസ്സിലാണ്ട് ഇയാൾ ഈ രൂപത്തിൽ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇയാൾ ഓതി കൊടുക്കുന്നതൊക്കെ പല ഫാൾട്ടും ഉണ്ടാവും. ഓതുന്ന കുട്ടികൾ മുത്താലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു മുദരിസ് എന്ന് പറഞ്ഞ പ്രധാന ഭാഗം ലെവലല്ലേ വേഗം രക്ഷപ്പെടണം. ഒരു കുരുത്തക്കേടോടല്ല. ഇയാളുടെ അടുത്തൊക്കെ പഠിക്കണ കുട്ടികൾ ഒന്നും നോക്കേണ്ടിയില്ല. ഈ രൂപത്തിലാണ് ആ കുട്ടികൾ എന്തൊക്കെ അബദ്ധം വെക്കും. കുരുത്തക്കേട് എന്ന് പറഞ്ഞ സാധനം തന്നെ അവിടെ അല്ല. ഇപ്പം നമ്മളെ ബുഹാരി മുസ്ലിം ഇല്ലേ, റവാഹുൽ ബുഹാരിയും ഇപ്പോൾ മുസ്ലിം, ഇമാം മുസ്ലിം എന്നവര് ഒരു ദർസിൽ പഠിക്കണ സമയത്താണ് ഇമാം ബുഹാരി അതിൻ്റെ അടുത്തുള്ള നാട്ടിൽ ദർസിട്ട് വരുന്നത്. അങ്ങനെ കേട്ടു ഒരു പുതിയ ഉസ്താദർ വന്നിട്ടുണ്ട്, ദർസൊക്കെ സജീവമാണെന്ന്. അപ്പോൾ അന്നത്തെ കാലല്ലേ പല ആൾക്കാരും ദർസിൽ പോയി കൊടുക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കരമാണ് മൂപ്പര് ദർസ്. ഇമാം ബുഹാരിൻ്റെ. അപ്പോൾ ഇമാം ബുഹാരി വന്നതോടുകൂടി പരിസരത്തുള്ള എല്ലാ മുദരിസുമാരും മൂപ്പർക്ക് എതിരായിന്ന അസൂയ. കിതാബ് പഠിച്ചുകൊടുപ്പത് ഊലല്ലോ. അപ്പോൾ ഒരു അടുത്ത ഡോക്ടർ വരുമ്പോഴാണ് ഇയാളെ ഇത് പുറത്തേടുക. ഒരു മാഷർക്ക് ഒരു മാഷ്, ഒരു ഭണ്ഡാരിക്ക് ഒരു ഭണ്ഡാരി, ഇതിങ്ങനെ യോജിപ്പതുണ്ടല്ലോ. ഒരു സിംഗർക്ക് മറ്റൊരു സിംഗർ, ഒരു പ്ലെയർക്ക് വേറെ പ്ലെയർ. ഇതൊരു അസുഖമാണ്. ആ പരിസരത്തുള്ള എല്ലാ മുദരിസുമാരും ബുഹാരിമാമിനെതിരായിന്ന. എന്ന് മാത്രമല്ല ദർസിൽ ബുഹാരിമാമിനെതിരെ സംസാരിക്കും വരും. ഒരാളവിടെ പുതിയത് വന്നനല്ലോ, എന്തൊക്കെ വലിയ സംഭവമൊക്കെ പറയുന്നുണ്ട്, എന്ത് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇമാം മുസ്ലിം തങ്ങളെ ഉസ്താദ് വരെ ബുഹാരിമാമിനെ വിമർശിക്കും. ഇമാം മുസ്ലിം തങ്ങൾ ഒരു ദിവസം പോയി നോക്കണം എന്താ സംഭവം. ഇപ്പം നമ്മൾ ദാവിയേക്കൊക്കെ എതിര് പറഞ്ഞാണ്ട് ചില ആൾക്കാരാണ് വന്ന് നോക്കണം എന്ന് നോക്കുമ്പോഴല്ലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ ഇവർ ഈ പറഞ്ഞ കുപ്രചരണമാണ്. അവിടെ പോയപ്പം ബുഹാരിമാമിൻ്റെ ദർസ് കേട്ടപ്പോൾ ഇമാം മുസ്ലിം തങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ ഓത്ത് ശരിയായിട്ടില്ല. നേരെ വന്നിട്ട് ഈ ഇമാം ബുഹാരി മുസ്ലിം എന്നവരോട് ഉസ്താദ് ഓതിക്കൊടുത്ത് അന്ന് ഒരുപാട് നോട്ട് കയറ്റി വെക്കുമ്പോൾ ഈ നോട്ട് ബുക്ക് മറ്റൊക്കെ അവിടെ കൊടുത്തത് അപ്പോൾ ഉടച്ചോളിയാറ്. നേരെ കൊടുക്ക് പോയി ബുഹാരിമാർ ദർസ് കേട്ടു. ഇന്ന് പോലെ അവർ കുരുത്തക്കേട് നിന്ന് ആ കുരുത്തം കെട്ട ഉസ്താദാന്ന് പറയേണ്ടി ഇപ്പം മുസ്ലിം എന്നവർ പോയി. ഇതാണ് മാതൃക. ഈ രൂപത്തിലൊക്കെ അർത്ഥം വെക്കുന്ന ആള് ഇപ്പം ബി കസറത്ത് എന്ന് പറഞ്ഞിട്ട് ബി കുറുഹിന്നാക്കി എന്നിട്ട് വേറെ രൂപത്തിലാക്കി ഇതിങ്ങനെ ആക്കി ഇങ്ങനെ നിൽക്കണ കുട്ടികളെ കഷ്ടപ്പാട് അത്ഭുതമാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, മക്കൾ ആലോചിക്കണം, പെട്ടെന്ന് തടി സലാമത്താക്കുക. ഈ രൂപത്തിൽ ഓതി പഠിച്ചാൽ എന്തൊക്കെ നാശം വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഇബാറത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇയാളെന്താ പഴവെന്ന് വെച്ചാൽ ഇയാളെ കൊണ്ട് ആശയം അവിടെ ശരിയായിട്ടില്ല. ഒരു സൂഫി എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞൊക്കെ സൂഫിനെ കുറിച്ച് തന്നെയാണ് അവിടെ കറക്റ്റ് ചർച്ച ഉള്ളൂ. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.